അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ആയാലോ. ഈ 2 പീസാണ് ഞാൻ എടുത്തേക്കണത്. നല്ലോണം കത്തി വെച്ച് കുത്തി കുത്തി എടുത്തേക്കണത് വരഞ്ഞിട്ടില്ല. അപ്പോൾ ദാ ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതൊന്ന് അത്രയും ഐറ്റംസിനെ പേസ്റ്റാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ തൈര് ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നേരം പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് കോൺഫ്ലവർ, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നല്ലോണം പറ്റിച്ചത്. നാരങ്ങ പിഴിയാൻ മറന്നുപോയി. അതും പിഴിഞ്ഞ് ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം സ്റ്റീം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തേക്കണത്. കൂടുതൽ ടൈം വയ്ക്കണമെങ്കിൽ അത്രയും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നല്ലോണം മസാലയൊന്നും എണ്ണയിലോട്ടൊന്നും പോയിട്ടില്ല. അത് അതുമ്മേ തന്നെ നിൽക്കണുണ്ട്. അതിലേക്കൊരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും കുറച്ച് മുളകും വേപ്പിലയും കൂടി അരിഞ്ഞത് ഞാൻ ഇടുന്നുണ്ട്. അത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്.